നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭക്ഷണത്തിൽ ഒരു മുടി കിട്ടിക്കഴിഞ്ഞാൽ ചൂടാകണം എന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്, ദേഷ്യപ്പെടണം എന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്, കയർക്കണം എന്നല്ല പഠിപ്പിക്കുന്നത്. ആ ഭക്ഷ്യവസ്തുവിന്റെ വിലയും നിലയും തൂക്കവും പറഞ്ഞുകൊണ്ട് അവിടെ സമരസപ്പെടണമെന്നല്ല പഠിപ്പിക്കുന്നത്. പകരം ഏറ്റവും നല്ല സഹന സ്വഭാവമാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. തങ്ങൾ വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു കുടിക്കാൻ അംർ ഇബ്നു അഖ്തബിൽ അൻസാരി റളിയല്ലാഹു അൻഹു പാനപാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നു. ഇമാം നവവി റളിയല്ലാഹു അൻഹു പ്രത്യേകം ഉദ്ധരിക്കുന്നത് കാണാം. പാനപാത്രം മരത്തിന്റെ ഒരു പാത്രമായിരുന്നു. മരപാത്രത്തിൽ കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവന്നപ്പോ ആ വെള്ളത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് നോക്കിയപ്പോൾ ഒരു മുടി കണ്ടു. മുടിയെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളം കൊണ്ടുവന്ന സ്വഹാബിയെ ചീത്ത പറഞ്ഞില്ല, ആ സ്വഹാബിയോട് കറുത്ത കണ്ണ് കാണിച്ചില്ല. അവിടുന്ന് എന്താ ചെയ്തത് എന്നറിയോ? മുടി ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ഒരൊറ്റ ദുആ, അല്ലാഹുമ്മ ജമ്മിൽഹു. കുറേ ദീർഘം ദ്വാരക്കാല്ലാത്തോണ്ട് വേഗം പഠിച്ചു വെക്കാൻ പറ്റുമല്ലോ. പെണ്ണുങ്ങളാവുമ്പോ അല്ലാഹുമ്മ ജമ്മിൽഹാ എന്നും കൂടി ഒന്ന് ദ്വാരത്താൽ മതി. അല്ലാഹുമ്മ ജമ്മിൽഹു, അല്ലാഹുവേ ഈ സ്വഹാബിന്റെ ജമാലിയത്ത് അഴക് നിലനിർത്തി കൊടുക്കണമല്ല. നല്ല ഭംഗി, ഏത് പ്രായത്തിലും നല്ല ഭംഗി, നല്ല ആരോഗ്യം നിലനിർത്തി കൊടുക്കും. നമ്മളിങ്ങനെ ഒരു 75ഉം 80ഒക്കെ ആയി ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളെ ഇണ ഒരു 18ന്റെ പവറിൽ നിൽക്കുമ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് പൗതി മരുന്ന് മതിയാകും. മരുന്ന് കുടിക്കുന്ന ആളാണെങ്കിലും ക്ഷീണമുള്ള ആളെ 3/4 ഭാഗം ക്ഷീണവും മാറിപ്പോകും അവർ നല്ല നല്ല അന്തസ്സിൽ നിൽക്കുമ്പോൾ. അപ്പോൾ ദ്വാരക്കുന്നതല്ലേ നല്ലത്. അല്ലാഹുമ്മ ജമ്മിൽഹു എന്ന് തങ്ങൾ ദുആ ചെയ്തു. നല്ല അഴക്, നല്ല ഭംഗി നിലനിർത്തി കൊടുക്കണം. ആ ദ്വാരനതിന് ശേഷം ആ മുടി ഉപേക്ഷിച്ചു. എന്നിട്ട് തങ്ങൾ ആ വെള്ളം കുടിച്ചു. ചിലർ കുടിക്കൂല. നജസാണോ അത്? നജസല്ലല്ലോ അത്. കുടിക്കൂല എന്നല്ല, പിന്നെ ആ നേരത്തുള്ള ഒരു ഭക്ഷണവും സംഗതി കിട്ടിയത് ഒരു പിന്നെ എന്തെങ്കിലും ഒരു അപ്പത്തിൽ നിന്നോ മറ്റോ ഒന്നാണെങ്കിൽ അതിൻ്റെ കൂടെയുള്ള മറ്റൊന്നും കഴിക്കൂല. പിന്നെ സങ്കല്പിക്കണം അതിലൊക്കെ മുടിയുണ്ട്. കിട്ടിയത് ഒന്നിൽ നിന്നാണ്, മറ്റേതിലൊന്നുമില്ല. പക്ഷെ ഇവരെ ദേശത്തിന്റെ ഊക്കാണത്. സഹിക്കണം സഹോദരങ്ങളെ. ഉപ്പമാരോട് ഞാൻ പറയുന്നു, സഹിക്കണം, ക്ഷമിക്കണം. പലയിടത്തുനിന്നും കേൾക്കുമ്പോൾ ബേജാറായി പോകും. അപ്പൊ പിന്നെ അങ്ങനെ ചിന്തിച്ചോ, ഇമ്മാതിരി കയർത്താല് മനസ്സിന് വേദന വന്നിട്ട് പിന്നെ എങ്ങനെ കുറെ ആൾക്കാർ ജീവിതം അവസാനിപ്പിക്കാതിരിക്കുക? അങ്ങനെ ചൂടാകാൻ പാടില്ല. ചൂടാകേണ്ട ഒരു വിഷയമേ അല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വെള്ളം കുടിച്ചു. സ്വഹാബത്ത് പറയുന്നു, 93 പ്രായത്തിൽ അംർ ഇബ്നു അഖ്തബിൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. താടിയിലോ തലയിലോ ഒരൊറ്റ രോമവും നരബാധിച്ചിട്ടില്ല. 93 പ്രായത്തില് അതല്ലേ തങ്ങൾ ദുആ ചെയ്തത്, അല്ലാഹുമ്മ ജമ്മിൽഹു, നല്ല ജമാലിയത്ത്, നല്ല ഭംഗി നിലനിർത്തി കൊടുക്കണേ അല്ലാ. ഭക്ഷണത്തിലല്ലെങ്കിലും കുറ്റം പറയാൻ നമുക്ക് എന്ത് അവകാശമുണ്ട്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലിക്കെതിരാണത്. തങ്ങളെ സ്വഭാവം പഠിപ്പിച്ചപ്പോൾ ഒരൊറ്റ ഭക്ഷണത്തെയും ഒരിക്കലും തങ്ങൾ കുറ്റം പറഞ്ഞിട്ടില്ല. ഒരൊറ്റ ഭക്ഷണത്തെയും കുറ്റം പറഞ്ഞിട്ടില്ല. ഇനിഷ്തഹാഹു അകലഹു, താല്പര്യമുണ്ടെങ്കിൽ തങ്ങൾ ഭക്ഷിക്കും. വഇല്ലാ തറകഹു, അല്ലെങ്കിലോ തങ്ങളത് ഉപേക്ഷിക്കും. ബക്കറ്റ് കൊണ്ടുവരുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. നല്ല സംഭാവന കൊടുക്കണം. ഇന്നലെ കൊടുത്തോലെ ഇന്ന് കുറച്ച് കട്ടിയിൽ കൊടുക്കണം. ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, അതുകൊണ്ട് കുറച്ച് കട്ടി എല്ലാവരും കൊടുക്കണം. സംഭാവന എല്ലാവരും കൊടുക്കണം. നമ്മുടെ സിറാജുൽ ഹുദയിൽ നടത്തുന്ന പരിപാടിയാകുമ്പോൾ ചെറിയ സംഭാവന എന്ന് പറയുമ്പോൾ നല്ല സംഭാവന കൊടുക്കണം. അല്ലാഹു തആല വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി അറിയിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരട്ടെ. രോഗികളുണ്ട്, വിഷമാവസ്ഥയിൽ കഴിയുന്നവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല ശിഫാഉം നല്ല ആഫിയത്തും സലാമത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ആ തരത്തിലുള്ള നല്ല ക്ഷമ പാലിക്കണം. താല്പര്യമുണ്ടെങ്കിൽ തങ്ങൾ ഭക്ഷിക്കും. ഇല്ലാ തറക്കഹു, താല്പര്യമില്ലെങ്കിലോ തങ്ങൾ വേണ്ടാന്ന് വെക്കും. എന്നാലും ഒരൊറ്റ ഭക്ഷണത്തെയും കുറ്റം പറയുന്ന സ്വഭാവം ഇല്ല.
നമ്മുടെ കൂട്ടത്തിൽ ചിലരുടെ സ്വഭാവം എന്താണെന്നറിയോ നിങ്ങള്? ഭക്ഷണം കഴിക്കാൻ അവർ ഇരിക്കും, ഓരോന്നിന്റെയും ടേസ്റ്റ് നോക്കിയിട്ട് ഇത് പാകപ്പെടുത്താൻ എന്തൊരു പ്രയാസം കൊണ്ട്, എത്ര സമയം ചെലവഴിച്ചിട്ടുണ്ട്, എന്തെല്ലാം വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ മാറ്റിവെച്ചാണ് ഇതൊക്കെ പാകപ്പെടുത്തിയത്. അൽഹംദുലില്ലാഹ്, സന്തോഷം പറയുന്നതിന് പകരം നമ്മളെ മനസ്സിൽ തോന്നുന്നു എൻ്റെ പൈസ കൊണ്ട് ഇത്രയും ചെലവാക്കിയിട്ട് ഞാൻ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഇങ്ങനൊക്കെയാണോ ചെയ്തത്? അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം ഈ ഭക്ഷണത്തെ നല്ലതായി പറഞ്ഞ് വേണ്ട എങ്കിൽ വേണ്ടാന്ന് വെക്കണം. അതിൽ നിന്ന് മാറിയിട്ട് നമ്മിൽ ചിലരുടെ സ്വഭാവം കഴിക്കുന്നതോടൊപ്പം കുറ്റം പറയും. ഈ മീന് പൊരിച്ചത്, മറ്റേത് വറുത്തത്, മറ്റേത് മുളിട്ടത് ഒന്നും ശരിയായിട്ടില്ല എന്ന് പറയും. എന്തെല്ലാമോ കാട്ടിക്കൂട്ടി എന്ന് പറയും. പറയുന്ന സമയത്ത് ഒരു പക്ഷേ അടുക്കളയിൽ നിന്നത് കേൾക്കുന്ന ഉമ്മ, അല്ലെങ്കിൽ സഹോദരിമാര്, അല്ലെങ്കിൽ ഭാര്യ, അവർ ചിന്തിക്കും അൽഹംദുലില്ലാഹ്, ഏതായാലും ഉച്ച നേരത്തേക്കൊന്നും ശരിയായിട്ടില്ല എന്നല്ലേ പറഞ്ഞത്, വൈകുന്നേരമാകുമ്പോ ഒക്കെ ശരിയാക്കി റീകണ്ടീഷൻ ചെയ്ത് മുളകും മറ്റുമൊക്കെ പാകപ്പെടുത്തി നല്ല രൂപത്തിൽ കൊടുക്കാം. പക്ഷേ പ്ലേറ്റ് എടുക്കാൻ വേണ്ടി മേശപ്പുറത്ത് വന്നു നോക്കുമ്പോ പൊരിച്ചത് ഒരൊറ്റ കഷ്ണവും ബാക്കിയില്ല, മുള്ളു മാത്രം ബാക്കി, വറുത്തതും ബാക്കിയില്ല. കുറ്റം പറഞ്ഞത് മുഴുവനും പറഞ്ഞിട്ടുണ്ട്, കഴിക്കാനുള്ളതോ മുഴുവനും കഴിച്ചിട്ടുണ്ട്. ആ സ്വഭാവം ശരിയല്ല, അത് നല്ല സ്വഭാവമല്ല. സഹനത്തോടെ താല്പര്യപ്പെടുമെങ്കിൽ ഭക്ഷിക്കണം, അല്ല വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ അത് ഉപേക്ഷിക്കണം. ആ ശൈലിയാണ് സ്വീകരിക്കേണ്ടത്. എല്ലാ സ്ഥലങ്ങളിലും സഹനം പാലിക്കണം. അതേ സഹോദരങ്ങളെ, ചിലയിടങ്ങളിലൊക്കെ ഭാര്യമാരെ ഭർത്താക്കന്മാര് കാത്തിരിക്കേണ്ടി വരും. ചില സന്ദർഭങ്ങളിൽ കാത്തിരിക്കുമ്പോ നമ്മളവരെ പഴിച്ചുകൊണ്ട് ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. ചിലപ്പോൾ അങ്ങനെ നമ്മൾ ഒരുങ്ങും പോലെ ഒരുങ്ങിയാൽ പോരല്ലോ അവർക്ക്. നമുക്ക് ഒരു തുണിയം കൊടുത്ത് ഒരു ഷർട്ട് ഇട്ടാ കഴിഞ്ഞില്ലേ? ഒരു 5-10 മിനിറ്റ് നമ്മളവരെ കാത്തിരിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ കുടു സുബ്ഹാനല്ലാഹ്. അവരതൊക്കെ ഒന്ന് ഒരുങ്ങി റെഡിയാക്കി സെറ്റപ്പായി വരണ്ടേ? കുറച്ച് നേരം ഒന്ന് സഹിക്കാം. ഈ കുട്ടികൾക്കൊക്കെ അവരെ മാറ്റി കൊടുക്കുക. ഒരു കുട്ടിക്ക് പോലും നമ്മൾ ചെരുപ്പിട്ട് കൊടുക്കൂല. അപ്പൊ ആ ചെരുപ്പിട്ട് കൊടുത്ത് ആ കുട്ടിക്ക് വേണ്ട പാൻറ് ധരിപ്പിച്ച്, വസ്ത്രം ധരിപ്പിച്ച്, അതിൻ്റെ മുടിയൊക്കെ ഒന്ന് ചീകി, എണ്ണയൊക്കെ ഒന്ന് തേച്ച്, പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് സമയം വേണ്ടേ? അപ്പൊ ഒരു 5-10 മിനിറ്റ് കാത്തുന്നൂടെ? സഹിക്കണം. സഹിക്കേണ്ടിടത്തെല്ലാം സഹിക്കണം. നിങ്ങളിൽ 2 സ്വഭാവമുണ്ട് എന്ന് മുൻദിർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ അതിൽ ഒരു സ്വഭാവമാണ് അൽ ഹിൽം, സഹന സ്വഭാവം. സഹനം പാലിക്കുക, സഹിക്കുക. പലയിടത്തും ആ സ്വഭാവം സ്വീകരിക്കുന്നത് കൊണ്ട് വലിയ നേട്ടമുണ്ട്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നിങ്ങൾ ആലോചിച്ചു നോക്ക്, എത്ര വലിയ മഹത്വങ്ങളാണ് ഈ വിഷയത്തിൽ നമ്മെ പഠിപ്പിച്ചത്. സഹിക്കാൻ വേണ്ടിയിട്ട് ഉണർത്തിയില്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഹാബിയല്ലേ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ വന്ന് അങ്ങനെ ചീത്ത പറയുന്നു. എന്ത് ചീത്ത? ചെറിയ ചീത്തയൊന്നുമല്ല, ചീത്ത അങ്ങനെ പറയുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടുന്നില്ല. അപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇരിക്കുന്നുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹനത്തോടെ ഒന്നും മിണ്ടാതെ ഇരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവിടെ തന്നെ ഇരിക്കുന്നു. മഹാനവർകൾ മറുപടി പറയാൻ വേണ്ടി പതുക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് മറുപടി ഇങ്ങനെ തുടങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് പോയി. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, പടച്ചോനെ ഇതെന്താ പരിപാടി? അദ്ദേഹം എന്നെ ചീത്ത ഇങ്ങനെ പറയുമ്പോൾ ഞാൻ മിണ്ടാതിരുന്നപ്പോൾ തങ്ങളും അങ്ങനെ മിണ്ടാതിരുന്നു. ഇപ്പൊ ഞാനൊന്ന് മറുപടി പറഞ്ഞ് തുടങ്ങിയപ്പോൾ തങ്ങൾ എഴുന്നേറ്റ് ഒറ്റ പോക്ക് പോയി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത് അവിടെ നിർത്തിവെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്നാലെ പോയിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ആ മനുഷ്യൻ എന്നെ പറഞ്ഞത് തങ്ങൾ കേട്ടില്ലേ? പക്ഷേ ഞാനൊന്നും പറയാതിരുന്നപ്പോ തങ്ങളും അവിടെ ഇരുന്നല്ലോ. ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോ തങ്ങൾ എഴുന്നേറ്റല്ലോ. സിദ്ദീഖേ, നിങ്ങൾ പറയാതിരുന്നപ്പോ നിങ്ങൾ ആ സഹന സ്വഭാവം കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി മറുപടി പറയുന്നൊരു മലക്കിനെ നിങ്ങളെ തലക്ക് മീതെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. നല്ല സഹനത്തോടെ നിങ്ങൾ ക്ഷമിച്ചിരിക്കുമ്പോ നിങ്ങൾ പറയേണ്ടതിന് പകരം മറുപടി ആ മലക്ക് പറയുന്നുണ്ട്. നിങ്ങളങ്ങ് പറയാൻ തുടങ്ങിയപ്പോ പിന്നെ മലക്കങ്ങ് മാറി. അപ്പൊ ഞാനും എഴുന്നേറ്റങ്ങ് നടന്നു. അങ്ങനെയാണോ നബിയേ? എന്നാൽ ഇനി പറയേണ്ടതില്ല.
മറുപടി പറയേണ്ടതില്ല. പലപ്പോഴും പലരും മറുപടി പറയാതെ ക്ഷമിച്ച് സഹിച്ച് നിന്നത് അതുകൊണ്ടല്ലേ. പറഞ്ഞ മറുപടി ഇനി മേലാൽ പറയാതിരിക്കാൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ പഠിപ്പിച്ച ഏറ്റവും നല്ല സ്വഭാവമാണ് സഹന സ്വഭാവം. സഹോദരങ്ങളെ, സഹിക്കേണ്ട പലയിടങ്ങളും ജീവിതത്തിലുണ്ട്. അവിടെയെല്ലാം സഹിക്കണം. മക്കള് നന്നായി വളരുന്നതിന് ബാപ്പമാരും ഉമ്മമാരും നല്ലോണം സഹിക്കണം. ക്ഷമിച്ച് സഹനത്തോടെ തരണം ചെയ്യണം. എല്ലാ മക്കളും ഒരുപോലെയായിരിക്കില്ല. പക്ഷേ മക്കളിൽ എന്തെങ്കിലും വൃത്തികേട് കണ്ടാൽ ഉടനെ ആക്ഷേപിക്കരുത്, അത് ദുസ്വഭാവമാണ്. ഉടനെ കേടായി പ്രാർത്ഥിക്കരുത്, അത് സഹനത്തിന്റെ കുറവാണ്. നല്ലോണം സഹിക്കണം.